പടം സൂപ്പറാണ്. നമുക്കൊരു ഫണ്ണുണ്ട്, എമോഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പടം തുടങ്ങുന്നത് റെഡ് പൂളിലൂടെയാണ്. റെഡ് പൂളിലൂടെ തുടങ്ങി റെഡ് പൂളിൽ തന്നെ അവസാനിക്കുന്ന. അതിനകത്ത് കുറേ കേമിയോസ് ഉണ്ട്, അത് നമുക്ക് സ്പോയിലർ ആകും, അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. VFX കുഴപ്പമില്ല, എന്നാലും ആക്ഷൻ സൂപ്പർ. ഫസ്റ്റ് തന്നെ തുടക്കം ഇൻട്രോ ഫൈറ്റ് ഉണ്ട്, അത് സൂപ്പറാണ്. പടം മൊത്തം നോക്കുകയാണെങ്കിൽ നല്ല പടമാണ്. നമുക്ക് ചളിയൊന്നും ഇല്ല, നല്ല കോമഡീസാണ്, നല്ലോണം ചിരിക്കാൻ പറ്റും. മാവൽസിൻ്റെ പാട്ട് മറ്റു പടം വെച്ച് നോക്കുമ്പോൾ ചളിയൊക്കെ ഒട്ടുമില്ല ഇതിനകത്ത്, നല്ലോണം ചിരിക്കാൻ പറ്റും. നല്ല ആക്ഷനുണ്ട്. നമുക്ക് ചില സമയത്ത് ചില സീൻ വരുമ്പോൾ നമുക്ക് സെൻറ്റി അടിക്കും. കാരണം വോൾവറിൻ്റെ കുറച്ച് സീനൊക്കെ ഉണ്ട് സെൻറ്റി അടിക്കുന്ന, പുള്ളി എന്തെങ്കിലും ആയിപ്പോയത് എന്നൊക്കെ പറയുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പറാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തിയേറ്റർ എക്സ്പീരിയൻസ് കാണേണ്ട പടമാണ്. കാരണം പറഞ്ഞില്ലേ, ഈ ആക്ഷൻസൊക്കെ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട പടമാണ്. നല്ലൊരു ക്രൗഡും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് തിയേറ്ററിൽ നല്ല ഓളമായിരുന്നു. ഭയങ്കര ഓളം ഉണ്ടായിരുന്നു. വോൾവറിന് നല്ല ഓളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ കൂടുതൽ വന്നതും വോൾവറിന് വേണ്ടി തന്നെയായിരുന്നു. പക്ഷെ പടം തുടക്കുന്ന അവസാനം വരെ ഡെഡ് പൂളാണ് കൊണ്ടുപോയത്. 3D എക്സ്പീരിയൻസ് പറയാൻ ഈ ഫൈറ്റ് ആക്ഷൻസ് ഒക്കെ വരുമ്പോൾ 3D നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് 3D ആയിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. പക്ഷെ എൻ ഗെയിമിന് ശേഷം നോവേ ഹോം ഉണ്ടായിരുന്നു. നോവേ ഹോം പക്ഷെ ആ നോവേ ഹോമിന്റെ ലെവൽ ഇല്ല. എന്തായാലും പടം കൊള്ളാം, അതുകൊണ്ട് ഞാൻ പറയാൻ പറ്റത്തില്ല. സാറ്റിസ്ഫൈഡ് ആണ്. അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്, സാറ്റിസ്ഫൈഡ് ആണ്. നോവേ ഹോമിന്റെ അത്ര ഇല്ല, എന്നാലും പടം കൊള്ളാം. ഈ കഴിഞ്ഞ മാർവൽ പടങ്ങളിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാ. നോവേ ഹോമിന് ശേഷം ഒരു മാർവൽ ലെവലിൽ പടം വന്നത് ഇതായിരുന്നു. അതിനകത്ത് നെഗറ്റീവ്സ് പറയാനൊന്നുമില്ല, എല്ലാം പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പ്രതീക്ഷ എല്ലാം ഉണ്ട്. അത്രയെന്ന് പറയാൻ കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, നമുക്ക് ആ ഇവരൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് പക്കയാണ്. പക്ക. അത് കുറച്ച് കാലമായിട്ട് മാർവൽ ഡൗൺ ആയിരുന്നു. അതെ, ഡൗൺ ആയിരുന്നു. ഷീഹൾക്ക് പോലുള്ള നമ്മളൊക്കെ ശരി ഇതായിരുന്നു. പക്ഷെ ഇത് പക്ക മസ്റ്റ് വാച്ച്. കിടിൽ. നമ്മുടെ ലോകന്റെ ഒരു എന്താ പറയുക, ട്രിബ്യൂട്ട് തന്നെ ഉണ്ട്. കോംബോ പക്കയാണ് പക്ക. അവരുടെ പ്രത്യേകിച്ച് നമ്മുടെ റയൻ റെയ്നോൾഡ്സിന്റെ കോമഡിയും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. അടുത്ത ഭാഗത്തിനേക്കുള്ളൊരു എന്തെങ്കിലും ഉണ്ടോ? ടീസ് അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ കുറെ റെഫറൻസുകൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. എൻക്രെഡിറ്റ് വലിയ എൻക്രെഡിറ്റ് ഒന്നുമല്ല, ചെറിയൊരു കോമഡി സീൻ. നല്ല അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാഡം ഇതിൽ. പിന്നെ നല്ല ഫണ്ണാണ്. പിന്നെ വൂൾവറൈന് മറ്റുള്ള ക്രോസ് ഓവർ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾറെഡി വർത്താണ്. മാർവൽ ശരിക്കും മാറിയുണ്ട്. ആ ഒരു ലോക്കിക്ക് ശേഷം ഇത്ര ഒരു ഇത് വരുന്നത് ഇപ്പോഴാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ. പിന്നെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. എൻക്രെഡിറ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, അടുത്ത ഗ്ലിംസ് ഒന്നും അല്ല, സിമ്പിളാണ്. അതെ, തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ ഉറപ്പായിട്ടും മാർവൽ ഫാൻസിനൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു ട്രീറ്റ് തന്നെയാണ്. അതെ, മസ്റ്റ് വാച്ച്. എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 9 out of 10. മസ്റ്റ് വാച്ച് തിയേറ്റർ. അതെ, അവരുടെ അടിപൊളിയായിരുന്നു. ഗെയിം കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് മാർവൽ. കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, അപാര സാധനം, സൂപ്പർ. 3D അത്ര ഭയങ്കര ഒരു എക്സ്പീരിയൻസ് വരുന്നില്ല, പക്ഷേ മൂവി ബെസ്റ്റ്. എൻ ഗെയിം കഴിഞ്ഞിട്ട് ദ ബെസ്റ്റ്. എൻ ഗെയിമിന് കഴിഞ്ഞിട്ട് മാർവലിൽ നിന്ന് വന്ന ഏറ്റവും ബെസ്റ്റ്.